എന്താണ് പള്ളിച്ചട്ടമ്പി? ആ ഒരു നാടിനും ആ ഒരു നാട്ടിലെ ദേവാലയത്തിനും രക്ഷകനായി മാറിയ ഒരു ചട്ടമ്പിയുടെ കഥ. സുന്ദരരാമന ആ പാട്ടിൽ വന്ന ഞാൻ ചവിട്ടുകൊള്ളുന്ന ഒരു സീനുണ്ട്. അതിന്റെ വലിയൊരു വലിയ കഥയാണ്. എല്ലാം റെഡിയല്ലേ? ഓക്കെ റെഡി. ഷൗട്ട് ചെയ്തു വീണു. ഞാൻ കുറച്ചൊരു വെയിറ്റ് ചെയ്തു. ആ ഓക്കെ കട്ട്. വെയിലത്തുള്ളൊരു അടിയായിരുന്നു. ഈ വെയില് തെളിയുന്നേ ഇല്ല, മഴയോട് മഴ. ലാസ്റ്റ് നമ്മള് മറ്റേ റെയിൻ യൂണിറ്റ് കൊണ്ടുവന്ന് മഴയത്താക്കി അടി. ഇങ്ങനെ പ്രകൃതി ഇട്ട് വട്ടം കറക്കായിരുന്നു മനുഷ്യനെ. പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്ന പള്ളിച്ചട്ടമ്പിയിലെ ഒരു കൂട്ടം ആക്ടേഴ്സും അതിന്റെ ഡയറക്ടർ സുരേഷ് ഏട്ടനുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു മൂവി. ഓക്കെ, എന്താണ് പള്ളിച്ചട്ടമ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്ന പോലെ പള്ളിയുടെ വാതിക്കൽ ഒരു ചട്ടമ്പിയുടെ കഥയാണ് പള്ളിച്ചട്ടമ്പി. മലയാളത്തിൽ ധാരാളം ചട്ടമ്പി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ചട്ടമ്പി കഥ ഉണ്ടാക്കാനുള്ള ഒരു അന്വേഷണം ആണ് നമ്മളെ ഈ പള്ളിയുടെ വാതിക്കലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതായത് ചരിത്രപരമായിട്ട് പരാമർശിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ചട്ടമ്പിയുടെ കഥയാണ്. അപ്പോൾ നമ്മളൊരു അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഈ പറയുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഈ ചട്ടമ്പിയെ പോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ സിനിമ കാണുമ്പോൾ റിവീലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്ത ഒരു മനുഷ്യൻ ആ ഒരു നാടിനും ആ ഒരു നാട്ടിലെ ദേവാലയത്തിനും രക്ഷകനായി മാറിയ ഒരു ചട്ടമ്പിയുടെ കഥ. ഇപ്പം നമുക്ക് തുടക്കത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന അത്രത്തോളം ഒരു സമ്പൂർണ്ണമായ ഒരു ചട്ടമ്പിക്കഥയാണ്. അതിനകത്തൊരു ഗ്രാമവും അവരുടെ ജീവിതവും അവിടുത്തെ കുറേ മനുഷ്യരും അതിനകത്തുകൂടി നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും ഉണ്ട്. ഈ മലയാളിക്ക് ചട്ടമ്പി എന്ന് പറഞ്ഞൊരു പദം കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുന്നത് ദേവസ്വരത്തിലെ ലാലേട്ടനും ആടുതോമയും ഇങ്ങനെ തുടങ്ങി ലാലേട്ടന്റെ ഒരുപാട് കിരീടമൊക്കെയാണ് ഓർമ്മയിൽ വരിക. ആ ചിത്രങ്ങളിൽ നിന്ന് ഈ ചട്ടമ്പി വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അല്ല, ഈ ചട്ടമ്പിക്ക് നമ്മുടെ ചരിത്രത്തിലേക്കൊരു വേരോട്ടമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒരു ചട്ടമ്പി കഥ നമ്മൾ വീണ്ടും ചട്ടമ്പി കഥകൾ നിർമ്മിക്കുമ്പോൾ അതിനൊരു പൊതു സ്വഭാവത്തിലേക്ക് വരും. അപ്പം അത് വരാതെ നമുക്ക് എങ്ങനെ ഒരു ചട്ടമ്പി കഥയെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. അത് ശരിക്കും നമ്മൾ ഒരു 1957 കാലഘട്ടത്തിലെ കേരളം, ആ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതം, ആ ജീവിതത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കെട്ടി വരേണ്ടി വരുന്ന ഒരു ചട്ടമ്പി. അത് ശരിക്കും ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു മനുഷ്യനാണ്. അയാളുടെ ജീവിതം പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ആഴമുണ്ട്. അയാൾ ജീവിച്ച ജീവിതമുണ്ട്, അയാൾ ഇപ്പം ജീവിക്കുന്ന ജീവിതമുണ്ട്. ഇതൊക്കെ കൂടി വരുമ്പോൾ സിനിമ വേറൊരു തലത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആത്യന്തികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരുപക്ഷെ നമ്മളധികം പരാമർശിക്കപ്പെടാത്ത ഒരു മേഖലയിൽ കൂടിയാണ് പള്ളിച്ചട്ടമ്പി സഞ്ചരിക്കുന്നത്. ഈ ഇപ്പൊ പ്രശാന്തനെ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ഈ ഫിലിംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ പറയായിരുന്നു, ഒരു ന്യൂ ജനറേഷൻ സിദ്ദീഖ് ഏട്ടനാണ് പ്രശാന്ത് ഏട്ടൻ. അല്ല സീരിയസ്ലി അല്ല ബേസിക്കലി ഈ കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാൻ നേരത്ത് ബേസിക്കലി എങ്ങനെയാണ് അതിനെ കുറിച്ച് തിങ്ക് ചെയ്യാറുണ്ടോ? അത് ഓരോന്നും ചെയ്യാൻ നേരത്ത് ഓർമ്മ വ്യത്യസ്തമാണോ? ബെഗേഴ്സ് ക്യാൻ ബി ചൂസേഴ്സ് എന്ന് പറയത്തില്ല. നമ്മളിപ്പോഴും അവസരം തേടി നടക്കുന്ന അഭിനേതാക്കൾ തന്നെയാണ്. അങ്ങനെ നമുക്ക് ആഗ്രഹമുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് നായകന്മാർക്കുണ്ട്. പക്ഷെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രത്തോളം സാധ്യത ഉണ്ടാകത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പറഞ്ഞ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയുന്നത്, നമ്മള് വരുന്ന ക്യാരക്ടേഴ്സ് ഡേറ്റ് ഉണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം പള്ളിച്ചട്ടമ്പി ഞാൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്തൊരു പടമാണ്. ടൊവിയുടെ ഒരു ലുക്കും
ഒരു മാലയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നോക്കി ഇങ്ങനെ പള്ളിച്ചട്ടമ്പി എന്നുള്ള ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതാണ് ഈ സിനിമയിൽ എനിക്ക് അഭിനയിക്കണം എന്നുള്ളത്. ഞാൻ അന്ന് തന്നെ സുരേഷ് ചേട്ടനെ വിളിക്കുകയും എനിക്ക് സുരേഷ് ചേട്ടനെ വർഷങ്ങളായിട്ട് അറിയാം. കാരണം ഞാൻ 2002 വന്ന ആളാണ്. ഞാൻ വരുമ്പോൾ തന്നെ സുരേഷ് ചേട്ടനൊക്കെ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റേഴ്സ് ആണ്. അപ്പൊ അന്ന് ഞാൻ പരിചയപ്പെട്ട അവസരങ്ങൾ ചോദിക്കുകയും എന്നോട് ഞാൻ ഒന്നുമല്ലാതിരുന്ന സമയത്തും ഏറ്റവും സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള സിനിമയിലെ വലിയ പേരുകാരിൽ ഒരാളാണ് സുരേഷ് ചേട്ടൻ. അപ്പൊ എനിക്ക് അതെപ്പോഴും നമുക്ക് മനസ്സിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഏത് സമയത്തും ചേട്ടനെ വിളിക്കാൻ, ചേട്ടൻ ഒരു 10-15 മിനിറ്റ് എന്തായാലും നമ്മളോട് സംസാരിക്കും, കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ ഞാൻ സുരേഷ് ചേട്ടനെ വിളിച്ചു, പ്രശാന്ത് ഇപ്പൊ ടൈറ്റിൽ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞപ്പോ ഡിജോ എന്ന് പറയുന്നത് ഞാനും കുറെ കാലം ഈ സിനിമയിൽ അഭിനയിച്ച് രക്ഷപ്പെടത്തില്ലെന്ന് തോന്നിയിരുന്ന ഒരു സമയത്ത് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഞാൻ 2015 വരെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലാണ്. ഒന്നാം സിനിമയിൽ എങ്ങനെ ആഗ്രഹമുണ്ട്, എങ്ങനെ അവസരങ്ങൾ കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്കൊരു റൂട്ട് അറിയത്തില്ല, ആരും ഗൈഡ് ചെയ്ത് തരാനും ഇല്ല. അപ്പൊ അങ്ങനെ റൂട്ട് അറിയാതെ ടെലിവിഷനിലെ ആങ്കർ ആയിരുന്നു, ടെലിവിഷൻ പ്രോഗ്രാമുകൾ കണ്ടിന്യൂസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ 1-2 വലിയ ആൾക്കാർ പറഞ്ഞാൽ ടെലിവിഷനിൽ നിന്ന് മാറി നിൽക്കെങ്കിലും സിനിമയിൽ കിട്ടത്തുള്ളൂ. ടെലിവിഷനിൽ നിന്ന് മാറി ഞാനങ്ങ് ടിവിയിൽ പുറത്തു. അപ്പൊ അങ്ങനെ പോയ സമയത്ത് ഇപ്പൊ ഞാൻ തന്നെ ഓരോ സിനിമകളും തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ തന്നെ നോക്കുമ്പോൾ ഇതിനകത്ത് എനിക്ക് പറ്റിയ വേഷം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു പടത്തിലും എനിക്ക് പറ്റിയ വേഷമില്ല എന്ന് ഞാൻ തന്നെ എന്നാ പിന്നെ അങ്ങനെ എനിക്കൊരു സിനിമ എഴുതാനുള്ള അവസരം കിട്ടി. ആ എഴുത്ത് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അത് അതിന്റെ ഷൂട്ടിംഗ് വരെ എത്തിയിട്ട് ക്യാൻസൽ ആയി പോയി. ഒരു 3-3.5 വർഷം അങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പൊ സിനിമയെ തീവ്രമായി ആഗ്രഹിക്കുന്ന ആൾക്കാരോടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. അങ്ങനെ ഞാൻ ആ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ടിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയ 2 പടങ്ങളാണ്. ഒന്ന് മങ്കീപ്പൻ എന്ന് പറയുന്നത്, അതിന്റെ റൈറ്റേഴ്സ്, അതിന്റെ ഡയറക്ടറും റൈറ്റേഴ്സും അവർ രണ്ടുപേരും പുതിയ ആൾക്കാരാണ്. ഒരു കൂട്ടം പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്തൊരു സിനിമയാണ്. അതിന്റെ ക്ലൈമാക്സ് സിനിമയല്ല കളിപ്പിച്ചത്, അത്രയും പേര് എന്ത് രസമായിട്ടാണ് ആ സിനിമ ചെയ്തതെന്ന് ഓർത്തിട്ട് ഞാൻ ആ തിയേറ്ററിൽ നിന്നും സന്തോഷം കൊണ്ട് ഞാൻ എങ്ങനെ അടിച്ച് കരഞ്ഞാണ് സത്യസന്ധമായിട്ട്. പിന്നെ ഞാൻ അതുപോലെ കരഞ്ഞൊരു പടം ക്വീൻ കണ്ടിട്ടാണ്. ക്വീൻ കണ്ടപ്പോൾ ഇതുപോലെ ഏതാണ് ഡിജോസായാലും എവിടുന്നോ വന്നൊരു കുറെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു ഗംഭീര വിഷയം പവർഫുൾ ആയിട്ട് സലീം കുമാർ എന്ന് പറഞ്ഞ ഒരൊറ്റ നടനെയാണ് നമുക്ക് അതിനകത്ത് അറിയാവുന്നത്. സലീമേട്ടന്റെ എത്ര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ അതുവരെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടിട്ട് ആകെ വണ്ടടിച്ച് ഞാൻ ഇവരെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും നമ്പർ എന്റെ കയ്യിൽ ഇപ്പോഴും സേവ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് നമ്മളെ ഇവനാണ് നമ്പർ, അവനെ എനിക്ക് അയച്ചത് QU ഡിജോ ബ്രോ, QU എന്തോ മറ്റാണ്, എല്ലാവരുടെ പേര് അതുപോലെ തന്നെ സേവ് ചെയ്തേക്കുന്നു. അന്ന് ഞാൻ ഡിജോയെ വിളിച്ച് ഞാൻ കുറെ സംസാരിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹം അന്നോട്ട് ഈ ഡിജോയുടെ പടത്തിൽ ഒന്ന് അഭിനയിക്കണം. പക്ഷെ ആ കരയിപ്പിച്ച ആളിപ്പോ നമ്മളോടൊപ്പം അപ്പൊ ലിജോ ചേട്ടൻ തന്നെ പറഞ്ഞു തുടങ്ങണേ, എന്തിനാണ് ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ കരയിപ്പിക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സുരേഷ് ചേട്ടൻ എഴുതി ഡിജോ ഡയറക്ട് ചെയ്യുന്ന ഒരു പടം വെളി വരുമ്പോ ഞാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ്. അപ്പൊ അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, ക്യാരക്ടറിന്റെ വലുപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഡിജോനെ ഇങ്ങനൊരു ആദ്യം ഒരു ക്യാരക്ടർ ഫിക്സ് ചെയ്താൽ പിന്നെ അത് മാറിയായിരുന്നു. പിന്നെ ഇങ്ങനെ പോയി ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ നിരാശ ഉണ്ടായി. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ഒരു സാധനം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ വന്നത് ചെയ്തു തരണം. ചെയ്തു തരാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് പൊളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എത്തിയതാണ് ഇതിനകത്ത്. പിന്നെ ഈ പറഞ്ഞ സെലക്ഷൻ പരിപാടി ചേട്ടാ, ഇപ്പം ചേട്ടന് ഒരുപാട് ഫിലിം ഒരു എന്താണ് ഫ്രാഞ്ചൈസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ലോകത്തിന് കുറെ യൂണിവേഴ്സിലേക്ക് പല ഇഷ്ടപ്പെടുന്ന കുറെ പ്രേക്ഷകരുണ്ട്. അപ്പൊ അവരുടെ ഇടയിലേക്കാണ് ഈ പള്ളിച്ചട്ടമ്പിയും കൂടെ വരുന്നത്. അപ്പം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂസിലെ ഒരുപാട് വർത്താനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെപ്പോലെ കുറെ ആളുകളുണ്ട്. അപ്പം ബേസിക്കലി എങ്ങനെയായിരുന്നു പള്ളിച്ചട്ടമ്പി എന്നൊരു പടം? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിന്റേജ് ഫീൽ, ഒരു ചട്ടമ്പി കാര്യങ്ങളും കൊള്ളാലോ എന്ന് തോന്നുന്നൊരു സംഗതിയായിരുന്നു. അതെങ്ങനെയായിരുന്നു ഏറ്റെടുത്തത് സുരേഷ് ചേട്ടന്റെ കഥ? 2018 ക്വീൻ ഇറങ്ങിയതിനു ശേഷമാണ് സുരേഷ് ചേട്ടനെ പരിചയപ്പെടുന്നത്.
അപ്പൊ സുരേഷ് ചേട്ടൻ ഇങ്ങനെ സുരേഷ് ചേട്ടൻ വേറെ ആർക്കും പ്ലാൻ ചെയ്ത് പല പല സബ്ജക്റ്റുകൾ ഇങ്ങനെ ചുമ്മാ ഇട്ട് കൊടുക്കുക എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും വീടാലോ എന്ന് പറഞ്ഞത്. അപ്പൊ സുരേഷ് ചേട്ടൻ ഇങ്ങനെ എടാ എന്നൊക്കെ പറയുന്ന ഒരു കഥ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ മുത്തശ്ശി കഥ കേൾക്കുന്ന സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഒരു സാധനം ഞാൻ പറയും ഇത് കൊള്ളാലും ഇത് കൊള്ളാം സുരേഷ് ചേട്ടൻ വേറൊരു കഥ പറഞ്ഞു. അപ്പൊ എനിക്ക് അതും ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് ചെയ്യാമെന്ന് നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചു. പക്ഷെ ഞാൻ വിട്ടില്ല. ഞാൻ നിരന്തരമായി രാത്രി എന്തായി അത് അങ്ങനെയായിരുന്നല്ലോ വേറെ ആരും എന്തൊക്കെയാണ് പറഞ്ഞപ്പോ ചുമ്മാ സുരേഷന് അതിങ്ങനെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ ചെയ്യാട്ടോ, അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ഒരു പടമല്ലോ 2015 ക്വീൻ ചെയ്ത് നിൽക്കായിരുന്നു. അപ്പൊ സുരേഷ് ചേട്ടനും ഇത് പള്ളിച്ചട്ടമ്മ ഒരു പീരിയഡ് സിനിമ, സുരേഷ് ചേട്ടൻ അതിനെ കാണുന്നതും ചിലപ്പോ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള, എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ആയിരുന്നു, അങ്ങനെ ഒരു വലിയൊരു ഡയറക്ടർ വന്ന സിനിമ ചെയ്യണമെന്നായിരിക്കാം സുരേഷ് ചേട്ടനും ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ പക്ഷെ എനിക്ക് ആ കഥ ഭയങ്കര ഒരു രസകരമായിട്ട് തോന്നി. അപ്പൊ ഞാനിങ്ങനെ അതിന്റെ ജസ്റ്റ് ഒരു ബേസ് ഇട്ടോ, ഭീകരമായിട്ട് ഇപ്പോഴത്തെ സിനിമയുടെ ഇതൊന്നും അല്ലായിരുന്നു, ഒരു എലിമെന്റ് ഭയങ്കര. അപ്പൊ അത് ഞാൻ കുറച്ചിങ്ങനെ പഠിച്ചു. പിന്നെ ഞാനതൊന്ന് പൊക്കി. ഞാൻ സുരേഷ് ആണെങ്കിൽ വിളിച്ചിട്ട് എന്തായി അതെന്തായി പൊക്കിയെന്ന് പറഞ്ഞപ്പോഴേ വേണമെങ്കിൽ ഇനിയിപ്പോ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നതും കൂടെ പറയാം. കാരണം അദ്ദേഹം ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് വിഷ് ചെയ്തിട്ടൊക്കെ ഇരിക്കുക. ഭദ്രസാർ ആക്ച്വലി ഞങ്ങള് ഭദ്രസാറുമായിട്ട് ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടി ഒരു ആലോചന വന്ന സമയത്ത് ഈ ഒരു തോട്ട് വന്ന ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഈ ഒരു തോട്ട് വന്ന് പുള്ളി ഭയങ്കര ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നു. അപ്പൊ അതേ സമയത്ത് തന്നെയാണ് ഞാൻ ഡിജോയായിട്ട് കാണുന്നത്. അപ്പൊ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഡിജോ അതിനകത്ത് ഭയങ്കരമായിട്ട് ഇതായി. അത് ഭയങ്കര കോംപ്ലിമെന്റ് സാറിന്റെ കൂടെ അനുമതി ഉണ്ട് കേട്ടോ. അത് അപ്പൊ അങ്ങനെ ഞങ്ങള് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് പാരലി. അപ്പൊ ഡിജോ ഇത് ചോദിച്ചോണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ ജൂതൻ ഭദ്രസാറിന്റെ പ്രോജക്ടിന്റെ എഴുത്ത് സ്റ്റാർട്ട് ചെയ്ത ഘട്ടം വന്നപ്പോ ഞാൻ ഡിജോ ഇങ്ങനെ ഓരോ ഗ്യാപ്പ് നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് സാറേ ഇതിങ്ങനെ നമ്മുടെ ഡിജോ പുതിയ പേരാ ഭയങ്കര ഈ സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട്, നമുക്ക് ഇത് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇത് വരുള്ളൂ, പിന്നെ എപ്പോഴും കുറേ ഡിലേ ആകുമായിരിക്കും. അങ്ങനെ ഞാനതങ്ങനെ എടാ അങ്ങനെ ചെയ്ത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ഇതിപ്പോൾ എൻ്റെ തലയിലാണ്, ഇത് കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് കയറാൻ പറ്റും. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ അത് നേരെ ഡിജോയിലേക്ക് എത്തി. ബാക്കി പിന്നെ അവന്റെ കയ്യിൽ പേരൊക്കെ അല്ല അതിനകത്ത് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ കരുതുന്നത് ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് അതായത് അയാൾക്ക് വേണ്ടത് കണ്ടെത്താനുള്ള ഒരു കണ്ണ്, അതാണ്. കാരണം എന്തുമേണ്ടി കഥകളും അഭിനേതാക്കളും സംഗീത സംവിധായകരും മറ്റു ടെക്നീഷ്യൻസും ചുറ്റിനും ഇങ്ങനെ നമ്മൾ കണ്ടും കാണാതെ നമ്മുടെ ചുറ്റും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് വേണ്ട ഒരാളെ പിക്ക് ചെയ്യുക എന്ന് പറയുന്നിടത്ത് തിരിച്ചറിവാണ് വളരെ പ്രധാനം. ആ തിരിച്ചറിവ് ഡിജോയ് കൊണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം. അപ്പൊ സുരേഷന്റെ കഥ കേട്ടപ്പോ തന്നെ ഞാൻ അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ നിരന്തരമായി പരിശ്രമിച്ച് നേടിയെടുത്തു. പിന്നീട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ടോട്ടലി ഞാനും സുരേഷനും കൂടെ സുരേഷന്റെ വീട്ടിലിരുന്നും സുരേഷൻ എൻ്റെ അടുത്തിരുന്നും അങ്ങനെ ഞങ്ങൾ ഇരുന്നിങ്ങനെ ഒരു സിനിമയാക്കി. അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ ഉള്ളിൽ സിനിമയ്ക്ക് ആഫ്റ്റർ ഓൾ പള്ളിച്ചട്ടമ്പിയിൽ ഒരു മുഖം തെളിഞ്ഞു പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു മുഖം തെളിഞ്ഞു വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സുരേഷന്റെ അടുത്ത് നമുക്ക് ടൊവിനെ ഒന്ന് പോയി കണ്ടായിരുന്നു. അപ്പൊ ടൊവിൻ അന്ന് ഓസ്കാർ പോസ്റ്റ് ഷൂട്ട് നടക്കും സുരേഷേട്ടൻ. അപ്പൊ അന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സുരേഷൻ ഒന്ന് പോയി കാണും. അപ്പൊ അന്ന് എനിക്ക് മിന്നൽ മുറിയിൽ ഡിസ്കഷനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അന്ന് ഈ പറഞ്ഞ അന്ന് എനിക്കൊന്ന് ഏറ്റവും എക്സ്പീരിയൻസ് സുരേഷണ്ണ കുറെ സിനിമകൾ എഴുതി. ഞാൻ പുതിയ ഒരു സിനിമയെ കഴിഞ്ഞിട്ടുള്ളൂ. ടൊവി വരികയാണ്, എൻ്റെ ഓസ്കാർ പോസ്റ്റിൽ അതിന് നിൽക്കുക. അപ്പൊ അങ്ങനെ ഞാൻ പോയി ടൊവിനെ കണ്ട് ടൊവിക്കും കഥയുടെ ഒരു ബേസ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു അന്ന് 2019 ഇതില് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഈ സിനിമ അനൗൺസ് ചെയ്ത് അന്ന് നമ്മൾ അനൗൺസ് ചെയ്തു. അപ്പൊ അന്ന് നമ്മൾ അനൗൺസ് ചെയ്ത ദിവസമാണ് എനിക്ക് ഇവനൊരു ആൺകുഞ്ഞുണ്ടാവുന്നത്. അത് നമ്മള് അനൗൺസ്മെന്റ് ഓൾറെഡി പ്ലാൻ ചെയ്തു. പക്ഷെ അന്ന് അനൗൺസ്മെന്റ് വരുന്ന അതേ ദിവസം എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ വ്യത്യാസത്തിലാണ് എനിക്ക് കൊച്ചിനെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള. അവനിപ്പോ കറക്റ്റ് ഇതിന്റെ പ്രായം 6 വയസ്സ്. 2019 മോനെയും കൂട്ടിയാണ് പിന്നെ ആ യാത്ര അവനങ്ങനെ സന്തോഷം. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറെ നാൾ അപ്പൊ കോവിഡ് വന്നു. അപ്പൊ സുരേഷ് ചേട്ടനും വേറെ സിനിമകൾ, ടോവി പല സിനിമകൾ, ഞാൻ ജനഗണമന ചെയ്തു.
അങ്ങനെ ഇന്നിപ്പോ 2026 നമ്മള് പള്ളിച്ചട്ടം. ഈ ടോവിനോ തോമസ് എന്നൊരു ആക്ടർ ഉണ്ടല്ലോ, അയാൾ ഏറ്റെടുക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ നമുക്ക് റീസെന്റ് വന്നിരിക്കുന്ന എല്ലാ ചിത്രങ്ങളിലും അത് ഭയങ്കര പ്രകടനമാണ്. അപ്പം ഈ പള്ളിച്ചട്ടമ്പിയിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ? അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തുടങ്ങിയോ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഷൂട്ട് പരിപാടി അല്ലാതെ ഫുൾ ടൈം ചില്ല് ചെയ്യുന്നത് ഇവിടെ നിൽക്കുന്ന എന്ന് പറഞ്ഞ് പറ. ഇപ്പം നമ്മളൊരു സിനിമയ്ക്ക് ഒരു വേഷം കിട്ടുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പം പുള്ളി ഓരോ ദിവസമാണെങ്കിലും വന്നിട്ട് അതിന് വേണ്ടി എടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട്. കാരണം ഇതിൽ ഏകദേശം എത്ര സീനുകളുണ്ടോ ഒരു ഓൾമോസ്റ്റ് ഒരു 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 മുക്കാലിനെക്കാട്ടും സീനുകളിൽ പുള്ളിയുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു പനി വന്നാൽ പോലും പുള്ളി പറയും ഇല്ല കുഴപ്പമില്ല, നമുക്ക് ഇതിനുള്ളിൽ ഇത് തീർക്കണം, ഇത്രയും ആൾക്കാർ ഇവിടെ നിന്ന്. കാരണം അന്ന് മഴ ടൈമിൽ ജൂൺ ആ ടൈമിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്ന ഒരു ഡിലേ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് പുള്ളി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. എസ്പെഷ്യലി ഫൈറ്റ് സീൻസിലൊക്കെ നമ്മളിപ്പോൾ ഒരു അടി കിട്ടിയ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യും, അടി കിട്ടി നമ്മളൊരു സൈഡിൽ വീഴണം. അപ്പം നമുക്ക് ഈ നിലത്ത് വീണിട്ട് അവിടെ കിടന്നാൽ മതി. ഒരു 5-6 ദിവസത്തേക്ക് നമുക്ക് ഒരു ഓഫീസിൽ അപ്പോയിൻമെന്റ് കിട്ടുന്ന പറയാം. അപ്പം ഈ 6 ദിവസം അവിടെ എഴുന്നേറ്റ് പിന്നെ പ്രൊമോഷൻ കിട്ടണം, അടുത്ത കിട്ടണം. അതിൽ പ്രധാനി എന്തോ ആണ്, അത് പടം കാണാൻ മനസ്സിലാവും. ടോവിയെ ഒപ്പോസ് ചെയ്യുന്ന ക്യാരക്ടറാണ്. അല്ലല്ല അങ്ങനല്ല, നിഷ്കളങ്കരാണ് ഇവരൊക്കെ. അത് കാരണം അപ്പൊ ഇവിടെ എന്തായാലും വളരെ സന്തോഷം. ലിജോ ട്യൂൺ ചെയ്തപ്പോൾ അതിൽ ഞാൻ വേഷം ഉണ്ടായിരുന്നു. പിന്നീട് മറ്റു സിനിമ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു വേഷമുണ്ട്, ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. ടോവി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മിഥുൻ പറഞ്ഞ പോലെ ടോവി വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ഷോട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ക്യാരിയറിലേക്ക് പോകുന്ന സ്വഭാവം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ഇതങ്ങനെ ഇല്ല. വന്നിറങ്ങി കഴിഞ്ഞാൽ ബ്രേക്ക് പറയുന്നവരെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഇപ്പോൾ ലിജോ ഡയറക്റ്റ് ചെയ്തായിരിക്കും അവിടെ മോട്ടെടുത്തുണ്ടാവും. പക്ഷെ ഷോട്ട് കഴിഞ്ഞാൽ ലിജോ നേരെ ഞങ്ങളെ വിളിക്കും, കൂട്ടായിട്ട് വിളിക്കും, അല്ലെങ്കിൽ പ്രശാന്തനെ വിളിക്കും. എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ക്ലാസ് കണ്ടാവും, ഒരുമിച്ച് വന്നിട്ട് തമാശകളും അദ്ദേഹത്തിന്റെ അനുഭവവും ഇങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. അസ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു, ഭയങ്കര ഒരു തേജമായിരുന്നു. അതാണ് ടോവി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഈ ടോവി ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യും ഓരോ ക്യാരക്ടർ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോ ക്യാരക്ടറിനും സിനിമയിൽ ഓഡിയൻസിന് അത് കിട്ടേണ്ട കാര്യമില്ല, പക്ഷെ ഓരോ ക്യാരക്ടറിനും ഓരോ മണം വരെ അദ്ദേഹം ചൂസ് ചെയ്യും. ഓരോ പെർഫ്യൂമാണ് ഓരോ ക്യാരക്ടറിനും ഉള്ളിൽ യൂസ് ചെയ്യുക. ഇതൊരു സീക്രട്ട് ആണ്, സ്പോയിലർ ആണോ? അല്ലോ. പിന്നെ ടോവിക്ക് ഭയങ്കര ഈ വർക്കൗട്ട് ഫ്രീക്കാണ്, ശരീരം ഇഷ്ടമാണ്. അപ്പം ഈ ഇപ്പോഴത്തെ ക്യാരക്ടറിന് വണ്ണം കൂട്ടണമെന്ന് ഡിജോ പറഞ്ഞു. അതായിരുന്നു ടോവിയുടെ ഏറ്റവും വലിയ ടെൻഷൻ. വണ്ണം സൈസ് കൂട്ടണം, അതേ സമയത്ത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. കാരണം ഇതിനകത്ത് അത് ഡിമാൻഡ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ടുള്ള ഡയറ്റ്, വർക്കൗട്ട് പരിപാടികള്. പിന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു കാര്യമുണ്ട്, ഡിജോ ആണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഒരു ക്യാപ്റ്റനോളം നന്നാവാൻ ഒരു സെറ്റിന് പറ്റും, ഒരു ക്യാപ്റ്റനോളം നന്നാവാനേ ആ സെറ്റിന് പറ്റത്തുള്ളൂ. പക്ഷെ ആക്ടേഴ്സിന് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മള് ലൊക്കേഷനിൽ എത്തുമ്പോൾ മാത്രമേ, അതായത് ഓൺ ഷോട്ട് എത്തുമ്പോൾ മാത്രമേ, ഇത് വലിയൊരു സിനിമയായിരുന്നുണ്ട്. 100-150 ജൂൺ ആർട്ടിസ്റ്റുകൾ എല്ലാ ദിവസവും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഡിജോയുടെ ടീമിനും അതിഭയങ്കരമായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കി ആർട്ടിസ്റ്റുകളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ഇവർക്ക് ഉള്ള സമയം കിട്ടിയെന്ന് പറഞ്ഞില്ല. കൃത്യസമയത്ത് അത് മാനേജ് ചെയ്ത ആള് ടോവി. അത് സത്യമാണ്. ടോവി വന്നിറങ്ങി കംപ്ലീറ്റ് ആൾക്കാരെയും നമ്മള് കാണും. ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കുറിച്ചാണോ പുറത്ത് പറയുന്നത്? താരജാണോ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ടോവിയുടെ കൂടെ ചിന്തിക്കുന്നത്. നമ്മള് സത്യമായിട്ടോ. അതിപ്പോ പ്രശാന്ത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തെ, അതായത് നമ്മൾ ഫുൾ സെറ്റിൽ ഇതിന്റെ പരിപാടിയിലാണ്. അതാ ഞാനും തുടക്കത്തിൽ പറഞ്ഞു ഇവര് പറയട്ടെ എന്ന് പറയണം. കാരണം
ടോവി അവിടെ വരുന്നു. ടോവിയാണ് ഇവരൊക്കെ ഡീൽ ചെയ്തത്. അതായത് ഇവർക്കും ഒരു ഇന്ററാക്ഷൻ വേണ്ടേ, ഇവര് വന്ന് എല്ലാരും വിളിച്ചു കുറെ ദിവസങ്ങൾ നമുക്കൊരു 15 ദിവസത്തോളം മഴ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചു. 15 മിനിമം. അതായത് നമ്മൾ അങ്ങനെ ഇപ്പൊ കുറെ ഡിലേ വരുന്നു. പക്ഷെ ഈ അളിയൻ ഇവരെല്ലാവരുടെയും കൂടെ ചില്ല് ചെയ്ത് ഐ മീൻ ഹാപ്പി ആക്കി. അപ്പൊ അല്ലെങ്കിൽ ഈ ടീം മുഴുവൻ സ്കാറ്റേർഡ് ആയി പോകും. നമ്മളെല്ലാം പല വഴിക്കും പല എനിക്ക് അടുത്ത് എന്താ ഷൂട്ട് ചെയ്യാൻ പോണേ, നമുക്ക് ഇത് ചെയ്താലും നമ്മുടെ പ്ലാൻ നടക്കുമ്പോൾ നമുക്ക് ഇവരെ ടേക്ക് കെയർ ചെയ്യാൻ പോസിബിൾ അല്ലേ. കാര്യം ശരിയാണ്, നമ്മളെല്ലാവരും സ്നേഹബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ അത് ടോബി ചെറുതായിട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞു ഇവര്. അതാ ഞാൻ പറയാം, ഞാൻ ചിലപ്പോൾ മാറിയിരിക്കുവാണെങ്കിൽ ഇവരെല്ലാരും കൂടെ കൂട്ടം കൂടി ഡിസ്കഷൻ. ഈ പല ആളുകളും പറയുന്നത് ഈ കാരൻ കൾച്ചർ ആകെയുള്ള ഗുണമെന്ന് വെച്ചാല് ഭയങ്കര മഴ ബാധിച്ച സിനിമയാണ്. അപ്പൊ നമ്മൾക്ക് പഴയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറിയിരിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളും വളരെ കുറവാണ്. അപ്പൊ മഴ പെയ്യുമ്പോൾ നമുക്ക് ഒതുക്കത്തിൽ പോയി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ലൂഡോ കളിക്കാം. കാരവൻ പരിപാടികളില്ല. ഡിജോയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാൻ A to Z ചെയ്യേണ്ടി വരും. കാരണം പ്ലാൻ A ലൊക്കേഷൻ വരും, മഴ പെയ്യുമ്പോൾ പ്ലാൻ B ആവും, മഴ മാറി കഴിയുമ്പോൾ പ്ലാൻ C ആവും. കാരണം മഴവെള്ളം വീണ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ പ്ലാൻ C ആവും. ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഒരു വെയിൽ വരുമ്പോൾ ഒരു പ്ലാനിലേക്ക് പോകും, അത് കഴിയുമ്പോൾ അടുത്ത പ്ലാനിലേക്ക് പോകും. ഇതിന്റെ ഇടയ്ക്ക് ആർട്ടിസ്റ്റുകളാരൊക്കെ വന്നു, അവരെ പോയി കാണണ്ടേ, അവരോട് പോയി സംസാരിക്കേണ്ട സ്വാഭാവികമായിട്ടും. ടോബി വന്നു കഴിഞ്ഞാൽ ഡിജോ ബാബുവിന്റെ ബാക്കി ചെയ്താൽ മതി. മറ്റേ പ്ലാൻ B അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ജോസൂട്ടി വിളിക്കും, എന്നെ വിളിക്കും, കുട്ടേട്ടൻ വിളിക്കും. പിന്നെ കുട്ടേട്ടന്റെ ആക്ടിങ് എക്സ്പീരിയൻസ്, വിനോദേട്ടന്റെ മിമിക്രി എക്സ്പീരിയൻസ്, പാട്ടുകള്, അങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് ടോബി എന്ന് പറയുന്ന ആള് ഒരു ലൊക്കേഷനില് ഡയറക്ടറിന്റെ നിഴലാണ്. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ മൂട. ആസ് എ റൈറ്റർ എനിക്ക് ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾ 2000 പറഞ്ഞ 2018 ഈ കഥ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ഫസ്റ്റ് വേർഷൻ വായിക്കുന്നു. ആ ഘട്ടം മുതൽ ഇപ്പം നമ്മൾ 2026 വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ 3 പൂർണ്ണമായ സ്ക്രിപ്റ്റുകൾ, ഇതിന് മുൻപ് 2 പൂർണ്ണമായ സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ട് 3ാമത്തെ വേർഷനാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതിന്റെ കാരണം ആ എഴുതിയ ഓരോ സ്ക്രിപ്റ്റും ഞങ്ങൾ ഓരോരുത്തരും അത്ര എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നനച്ചിരിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. കാരണം അത് നമുക്ക് തുടരാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ പിന്നെ അത് മാറ്റും. അപ്പോഴും ഈ യഥാർത്ഥ കഥയും കഥാപാത്രങ്ങളും കോർ കണ്ടന്റും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ വേറൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യും. അതും 2ാമത്തെ സാധനം അതേപോലെ എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത് മാറ്റേണ്ടി വരിക പല കാരണങ്ങൾ കൊണ്ട്. അല്ല, അതിൽ എനിക്ക് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ആദ്യം ഞാൻ റെസ്പെക്ട് പറയേണ്ടത് സുരേഷാനാണ്. കാര്യം സുരേഷാരൻ ഈ പറഞ്ഞ പോലെ ഓരോ ഫോൺ കോൾ എൻ്റെ ഒരു പേടിയാണ്. കാര്യം ഓരോ സുരേഷേട്ടാ മറ്റേ എന്റെ പൊന്ന് എന്താ ഇത്, എടാ അതൊന്നും കുഴപ്പമില്ല, അത് ഓക്കെ. അപ്പൊ സുരേഷേട്ട ഇല്ല, സുരേഷേട്ടാ ഞങ്ങൾ ഇത്രയും അടി ഉണ്ടാക്കി 1 മണിക്കൂർ കഴിയുമ്പോൾ എനിക്കറിയാം സുരേഷിന്റെ ഒരു വിളി. ആ എന്നാ ശരി. എന്നിട്ട് അല്ല അതായത് ഇതിപ്പോ നമ്മളിപ്പോ ഈ അതിനകത്ത് വരുന്ന മറ്റ് ചെറിയ മാറ്റങ്ങളെ സംബന്ധിച്ച തർക്കത്തെക്കുറിച്ചല്ല ശരിക്കും. അതായത് പരിപൂർണമായിട്ടും ബൈൻഡഡായിട്ട് 3 വേർഷൻസ്. ആ 3 വേർഷൻ, ആ 2 എണ്ണവും ഞങ്ങൾ മാറ്റാൻ കാരണം ഇതിന്റെ എഡിറ്റർക്ക് ഇപ്പോഴത്തും ഇത് ഫൈനൽ ഇത് കാണുന്നതിന് മുമ്പ് വരെ 2ാമത്തെ വെർഷൻ ആയിരുന്നു ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. പുള്ളി 3 ഡ്രാഫ്റ്റ് ആണ് പറയുന്നത്. 3 ഡ്രാഫ്റ്റ്. പക്ഷെ അത് മാറ്റേണ്ട സാഹചര്യം വരികയാണ്. വരുമ്പോ എന്തറിയോ, ഇപ്പൊ നമ്മുടെ കോംപ്രമൈസ് ചെയ്ത് അത് കുഴപ്പമില്ല, അത് അങ്ങനെ വേറെ പലതും വന്നിട്ടുണ്ടല്ലോ, നമ്മളത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഇവ നിൽക്കത്തില്ല. അതാണ് ഇതിന്റെ ഒരു വിഷയം. ഇപ്പൊ നമ്മള് അത്ര എഴുതി വെച്ചു കുഴപ്പമില്ല, അത് ആൾക്കാർ സത്യം പറഞ്ഞ സുരേഷനോட സമയമാണ്. കാര്യം എഴുത്ത് എന്റെ പണിയല്ലല്ലോ, ഇത് മൊത്തം എഴുതി കുറച്ചുകൂടെ വ്യക്തമായിട്ട് സ്പോയിലൊന്നും അല്ല, ഇപ്പൊ എനിക്കെന്തായാലും ഒരു സന്തോഷമുണ്ട്. പള്ളിച്ചട്ടം വീട് ഇപ്പൊ പ്രസ് മീറ്റ് ഒക്കെ വെക്കല്ലേ, മറ്റു സിനിമകളെ പോലല്ലേ എന്താ ഇതിന്റെ കഥ പണ്ട് 2018 തന്നെ പുള്ളി
കോവിഡ് വന്നു അങ്ങനെ പല ഇപ്പൊ ജലഗണന ഷൂട്ട് അങ്ങനെ പലതാണ്. അപ്പൊ ഒക്കെ ഒരു ഇന്റർവ്യൂ ഇതിലെ നോക്കി അതിനകത്ത് സുരേഷേട്ട ഭയങ്കര സുരേഷോട് ഞങ്ങളിത് ഭയങ്കര ഞാൻ പല കാര്യങ്ങളും സുരേഷോട് ഇത് പോയാ ഞാൻ പറയണ്ടേ. അപ്പൊ സുരേഷോട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് അത് എന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ നമ്മുടെ കഥയുടെ ബേസ് പ്ലോട്ട് ഉണ്ടോ ഒന്നുമില്ല, അങ്ങനെ വലിയ സംഭവം നമ്മുടെ കാലഘട്ടത്തിന്റെ പോയിന്റ് ഉണ്ട്. അപ്പൊ ഞാനത് ഭയങ്കര അതാണല്ലോ എന്നെ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറഞ്ഞു. അപ്പൊ സുരേഷേട്ടനും അതെ, അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ അതേ വൺലൈൻ സുരേഷേട്ടൻ വിളിക്കും. അപ്പൊ ഇതാണ് അതെ. പക്ഷേ ഇപ്പൊ എന്നോട് നിങ്ങൾ കഥ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഒരു കാര്യം അല്ല, ഞാനത് ഒന്ന് വ്യക്തമാക്കാൻ. ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ വേർഷൻ പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ അതിന്റെ പരിപാടി തുടങ്ങാൻ വേണ്ടി അതിന്റെ സെറ്റിനെ കുറിച്ച് വരെ ചർച്ച ചെയ്തുകൊണ്ട് തുടങ്ങുന്ന സമയത്ത് വേണ്ടേ ഇത് കംപ്ലീറ്റ് നിഷ്കളങ്കരാണ്. ഉൾപ്പെടെ ഭയങ്കര സെൻസിറ്റീവ് നിഷ്കളങ്കരുമാണ്. അത് കാരണം ഞാനിവിടെ വന്നപ്പോ സുരേഷ് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയത് ഞാൻ മാനസികമായി ഞാനൊരു സ്കൂളിലോട്ട് ഇട്ടു ഒരബദ്ധം പക്ഷെ മാനസികമായി തകർന്നിരിക്കാൻ ഇപ്പൊ സുരേഷ് എന്നോട് പറഞ്ഞു ഞാൻ പണ്ടൊരു നീ ഭയങ്കര ശുദ്ധനാണ്. പണ്ട് ശുദ്ധനായിരുന്നു. ആദ്യത്തെ ശുദ്ധൻ ഇദ്ദേഹം അല്ല ശരിയോന്നും ചിലപ്പോ ആ ഒരു നല്ല മനസ്സിന്റെ ചിലപ്പോ സുരേഷേട്ടന്റെ കൂടെ ഞാൻ അന്നിരുന്നു. പുള്ളി ഈ ഇതിന്റെ കഥയും എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആയിരിക്കാം ചിലപ്പോ ഞാൻ അല്ല പുതിയ കാലമാണ്. അപ്പൊ അത് കാരണം നമ്മൾ കുറച്ച് കരുതണം. ചേട്ടാ അങ്ങനെയല്ല, ഇതിപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം, ഇത് വേറെ പരിപാടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറച്ച് ഗൈഡൻസ് ഒക്കെ തരുന്നുണ്ടല്ലോ. സുരേഷേട്ടൻ എല്ലാവരും വളരെ ഓപ്പൺ ആയിട്ട് എന്ത് ഇപ്പൊ നീ ചോദിക്കും ചോദിക്കും അപ്പം ബ്ലണ്ട് ആയിട്ട് ഉത്തരം പറയുമ്പോ അത് സിനിമ എന്ന് പറയുന്നത് ആകെ അല്ല, അത് അന്ന് പറയാനുള്ള കാരണം നമ്മൾ ഈ 2018 ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അതിങ്ങനെ മനസ്സിൽ കിടക്കുക, നടക്കുന്നില്ല. ഓരോ ഡേറ്റ് തള്ളി തള്ളി പല പല പ്രശ്നങ്ങൾ 19 ഇതെല്ലാം വന്നിട്ടേ നമ്മുടെ അപ്പൊ ആരെങ്കിലും ഈ പള്ളിച്ചട്ടം എന്ന് പറഞ്ഞൊരു സിനിമ അനൗൺസ് ചെയ്തായിരുന്നല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പൊ നമ്മള് അത് അങ്ങനെ ആയിപ്പോയി. ഇത് ആരോടെങ്കിലും പറഞ്ഞാലെങ്കിലും മതിയായി, കാരണം സിനിമയൊന്നും നടക്കുന്നില്ല. സത്യം അപ്പൊ അതാ പറഞ്ഞു എനിക്ക് ഈ സിനിമയുടെ കൂടുതൽ കഥയൊന്നും വിവരിക്കുന്നേ ലോകത്ത് അത്യാവശ്യം സോഷ്യൽ മീഡിയ നോക്കുന്നവർക്കൊക്കെ ഇന്റർവ്യൂ ഞാൻ പറയാം. അല്ല ഇത് കാലഘട്ടം ആകരാശം പറയാം, കാരണം ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു നാടിന്റെ കഥ, ആ നാടിന്റെ നായകന്റെ കഥ. അപ്പൊ നാടെന്ന് പറഞ്ഞതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവരെല്ലാം. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ ഒപ്പം തന്നെ സിനിമയുടെ ചെറുതാണെങ്കിൽ പോലും അത് ആക്ച്വലി എനിക്ക് ഭയങ്കര വലുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ പേടി ചെയ്യും അതെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഈ സിനിമയുടെ ഒരു ഭാഗമാണ്. നാടിന്റെ കഥ പറയുമ്പോഴാ നമുക്ക് അതിലൊന്നും പ്രത്യേകിച്ച് കൂടുതൽ റിവീൽ ചെയ്യാനോ സിമ്പിൾ പോയിന്റ്സുകളേ ഉള്ളൂ. അതാണ് അവരൊക്കെ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ എൽദോന്റെ മനസ്സിലെ ടോവിനോ ഞാൻ ആദ്യമായിട്ട് ഉച്ചേട്ടനെ ഇതിൽ പള്ളിച്ചേട്ടൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് ഒരു ആക്ടേഴ്സിനെ കംഫർട്ട് ആക്കുക എന്നുള്ള ഒരു സ്പേസ് അത് ഭയങ്കരമായിട്ട് ടോവിച്ചേട്ടൻ അടിപൊളിയാണ്. കാരണം ആദ്യമായിട്ട് പുള്ളിയോട് ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യുമ്പോൾ ഞാൻ അത്രയും ഒരു സീനിയർ ആർട്ടിസ്റ്റിനോട് എങ്കിലും ടോവിച്ചേട്ടൻ്റെ കൂടെ ഒരു സ്റ്റാറിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യും. അപ്പോ നമുക്ക് കിട്ടുന്ന ഒരു നമുക്ക് അഭിനയിക്കാൻ തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ അഭിനയം കൊണ്ട് മാത്രമല്ല ഒരു സീൻ വർക്കൗട്ട് ആവുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് കിട്ടുന്ന നമുക്ക് തരുന്ന കോൺഫിഡൻസ് കൂടിയാണ് നമ്മുടെ അഭിനയത്തിൽ എന്തെങ്കിലും ഒരു മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ടോവിച്ചേട്ടൻ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഓക്കെയാണ് ബാബ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു സീൻ ചെയ്യുമ്പോഴൊക്കെ ഇപ്പൊ ആ പാട്ടിൽ വന്ന ഞാൻ ചവിട്ട് കൊള്ളുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിനകത്ത് പോലും അതിനകത്ത് പോലും
അതും ഒരു നിഷ്കളങ്കൻ. നിഷ്കളങ്കരെ കാസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഫസ്റ്റ് വന്നിട്ട് വിളിച്ചിട്ടാണ് നീ ഓക്കെ അല്ലേ ആ ഒരു കംഫർട്ട് സ്പേസിലേക്ക് കൊണ്ടത്. അതിനുശേഷം മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും വിളിച്ചിട്ടാണ് ഓക്കെ അല്ലേ, കാരണം നല്ല വീഴ്ചയായിരുന്നത്. അതിന്റെ വലിയ കഥയാണ്. അതായത് അപ്പൊ എനിക്ക് അന്ന് മാസ്റ്റർ ഒന്നുമില്ല, ഞാനാണ് മാസ്റ്റർ. ഞാനിവരിങ്ങനെ ചേർന്ന് നിൽക്കാം. അതൊരു കുന്നിന്റെ അതെ ലാലേട്ടൻ ആ സീൻ ഏറ്റെടുത്ത പോലെ അല്ല അപ്പൊ ഞാൻ അപ്പൊ നമ്മളീ പണ്ട് ആദ്യത്തെ പടം ക്വീൻ ചെയ്യാൻ നേരത്ത് മാസ്റ്റർ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവന്മാരൊക്കെ തന്നെയായിരുന്നു അതിന്റെ ഇപ്പൊ ധ്രുവനും എൽദോയും ഇതിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു സ്റ്റണ്ട് സീനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതില് ഇവൻ എന്താ നമ്മുടെ മിഥുനെ ധ്രുവൻ ഇങ്ങനെ പിടിച്ച് പൊക്കി ടേബിളിൽ നമുക്ക് ഒന്നും അറിയില്ല. അപ്പൊ ആർട്ട് ചെയ്ത പുള്ളി പോലും ഏതാണ്ട് ഒറിജിനൽ തടിയൊക്കെയാണ് അവിടെ കൊണ്ട് വെച്ചത്. അല്ല അന്ന് ഡമ്മി പോലും സെറ്റ് ചെയ്യാതെ നമുക്ക് അപ്പൊ അന്ന് ഇവര് അത് ചെയ്തിരുന്നു. അത് മിഥുനെ പൊക്കിയെടുത്ത് അല്ലടാ, മിഥുനെ പൊക്കിയെടുത്ത് ഇടിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പൊ അത് നമ്മ ശരിക്കും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദൈവം നമ്മളെ കാത്ത് രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ എൽദോ വരികയാണ്, ഇപ്പൊ പ്രായമൊക്കെ ആയാലും അവിടുന്ന് അല്ല അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ ഇവിടെ വന്നപ്പോ എനിക്കിങ്ങനെ ചവിട്ടി ഇങ്ങനെ വീഴണം. അപ്പൊ എല്ലാരും ഏഡീസൊക്കെ സാർ അപ്പൊ നമുക്ക് എന്നോട് ബെഡ് ഇടാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്കിപ്പോ നന്നായിട്ട് വീഴണം. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു എൽദോ പണ്ട് ഞാൻ ക്വീൻ ചെയ്തപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കണം. അന്ന് എനിക്ക് പുതിയ പയ്യനായിരുന്നില്ല, ഇതിന്റെ ഒറ്റ പൊക്കില്ല. അപ്പൊ ഞാനത് എങ്ങനെ ചെയ്യുന്ന അല്ല ശരിക്കുള്ളത്. അപ്പൊ ഇതിന് എന്റെ അടുത്ത് വന്നു, ചേട്ടാ ഒന്നും പിടിക്കണ്ട ഞാൻ റെഡി. അപ്പൊ ഇവന്മാരുടെ ധൈര്യം പണിയാവേ, ചേട്ടാ ഓക്കെയാണ് കേട്ടോ ഒരു കുഴപ്പമില്ല. ആക്ച്വൽ മരത്തിന്റെ ഇതിന്റെ മുകളിലേക്ക് അവനെ അടിച്ചിട്ടു, അത് ഓടുകയും ചെയ്തു. ഓക്കെ ഷോട്ട് ഒറ്റ ഷോട്ട് എടുത്തിട്ടു. അപ്പൊ ഞാനതൊക്കെ പറഞ്ഞു എന്തോ ഇതിനന്ന് സിമ്പിൾ ആയിട്ട് അത് ചെയ്തു ഒറ്റ ടേക്കിന്. അപ്പൊ എന്തോ ആദ്യം കുറച്ചു നേരം കാണിക്കണം, തിത്തൈ കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോഴെന്തോ ചെറുതു എടാ ഇത് നീ ആലോചിച്ച് നോക്കും, ഇതിനെ അന്ന് സിമ്പിൾ ആയിട്ട് ചെയ്തു. അതാണ് ഒറ്റ ഷോട്ട് ഗംഭീരം. അപ്പൊ എൽദോ പിന്നെ ഞാൻ നോക്കിയപ്പോ എൽദോ ഇല്ല. അപ്പൊ ഞാൻ കേട്ടില്ല, അവരവിടെ പൊസിഷനിൽ നിൽക്കുക. ആ മൂട്ടില് അപ്പൊ ടോബി റെഡി അല്ലേ, എല്ലാം റെഡി അല്ലേ, ഓക്കെ റെഡി ഷൗട്ട് ചെയ്ത് പറന്ന് ഷൗട്ട് ചെയ്തിരുന്നേ. ആ കണ്ടിന്യൂ ശരിക്കും സോങ്ങിന്റെ ബാക്കിലേക്ക് ഒന്ന് വീണു. ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തു. ആ ഓക്കെ കട്ട്, ആ ഓക്കെ അടുത്ത ഷോട്ട് എന്ന് പറയും. ഇതിനത് ചെയ്തടാ, അവന്റെ ഉള്ളിലെ ആ ഒരു തീവ്രതയില്ലേ പറയാൻ പറ്റില്ല, അത് എന്റെ ഒരു ഇതാണല്ലോ. അത് വീട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ട് സംഭവം എന്തായിരുന്നു. കാരണം അവന്മാര് നേരെ ബാക്കപ്പ് റിസ്ക്. അവൻ ഇവന്മാരെന്തൊക്കെ ഞാനപ്പോ എഡിഷൻ നോക്കി എപ്പോ ചാടി പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായി ആക്ടേഴ്സിനെ വ്യക്തമായിട്ട് എങ്ങനെ പിടിച്ചാൽ ഷോട്ട് ഓക്കെ ആയിട്ട് എൽദോ തന്നെ നോക്കി വെറുതെ പൊടിയിട്ടിട്ട് അപ്പൊ ലഞ്ച് കഴിയുമ്പോ ഞാൻ ഒരു ദേഷ്യം പിടിച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് മനസ്സിലായില്ല സംഭവം ഇതായിരുന്നു. ഞാൻ അവന്റെ പേരും പറഞ്ഞാൽ ഇവന്റെ കേസ് അല്ല. പക്ഷെ ഭയങ്കര റിസ്ക് ആയിരുന്നു. ഞാൻ എല്ലാം മോനെ എടാ നിന്റെ തല നോക്കിക്കോളും, പുറം മാത്രം ഇടിക്കുക, അറിയാവുന്ന തന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കയറ്റിയത്. പക്ഷെ അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തത്. ചെറുതാണെങ്കിലേ അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആ കണ്ടതുപോലെ തന്നെ കുന്ന നേരെ പുറകോട്ടു പക്ഷെ ഈ മോട്ടിവേഷൻ കാരണം ബെഡിന്റെ ആവേശം മൂത്ത് ബാക്കിലേക്ക്. അല്ല ടോബി പോലും പേടിച്ചു. ടോബി പോലും പേടിച്ചു. ഞാൻ തൊട്ടല് ഇത്ര പവറുണ്ടോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോ ഒരു ആക്ടറിനെ ഭയങ്കര കംഫർട്ട് സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന് ഭയങ്കര ഒരു കംഫർട്ടാണ്. ഞാൻ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടറിനോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. പിന്നെ ഇൻക്ലൂഡിങ് ടോബിച്ചേട്ടന്റെ ഫൈറ്റ് സീൻസ് എന്നുള്ള ടോബിച്ചേട്ടൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടോബിച്ചേട്ടൻ എനിക്ക് പറയാൻ
ഒരുപാട് ഫൈറ്റ് സീക്വൻസുകളിൽ ടോവിച്ചേട്ടന് ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഓക്കെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മഴ ഭയങ്കരമായിട്ട് സിനിമയെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് മുമ്പിലേക്ക് വരുന്നത്. അപ്പോ അതൊരിക്കലും ടോവിച്ചേട്ടന്റെ ഒരു ഇത് കൊണ്ട് മുടങ്ങരുത്, അല്ലെങ്കിൽ ബാക്കി എല്ലാവരുടെയും ഒരു ഇത് കൊണ്ട് മുടങ്ങരുത് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ നമ്മൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു സ്റ്റാറിന് വേണമെങ്കിൽ ഇതിനെ പറ്റി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് ഓക്കെ ആവട്ടെ എന്ന് പറയാം. പക്ഷെ ഇതൊന്നുമില്ല. വിജയ് ചേട്ടൻ വെച്ച് അടിച്ചു, ഓക്കെ റെഡി. അല്ലെങ്കിൽ ടോവി ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളാണോ അല്ലെ? ടോവി ആക്ച്വലി ഇപ്പൊ ഇപ്പം പറഞ്ഞ പോലെ ഇവർക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ഞാൻ മാത്രമല്ല, ബേസിക്കലി ടോവി ഭയങ്കര വലിയ ഫാക്ടറാണ്. കാര്യം എന്താ വെച്ചാൽ ഇവന്മാരെ നോക്കുവാണെങ്കിൽ ടോവി ഫുൾ ഓൺ അല്ലേ, ചാർജിലല്ലേ നിൽക്കുന്നത്. ഇവന്മാർക്കും ഭയങ്കര തെറിച്ചാ നിൽക്കുന്നത്, എന്തിനും റെഡി. ആകെ നമ്മളെ ശരിക്കും പറഞ്ഞ കാലാവസ്ഥയാണ് ഒന്നിച്ച്. പക്ഷെ എനിക്കൊന്ന് വിഷ്വലി അത് വേറൊരു ബ്യൂട്ടി നൽകുകയും ചെയ്യും. അത് നൽകൂടാ, പക്ഷെ എന്നാലും എല്ലാവരുടെയും ബ്യൂട്ടി നോക്കുമ്പോൾ ഞങ്ങള് വെയിലത്തുള്ളൊരു അടിയായിരുന്നു. വെയിലത്തുള്ളൊരു അടിയായിരുന്നു. ഈ വെയില് തെളിയുന്നേ ഇല്ല, മഴയോട് മഴ. ലാസ്റ്റ് നമ്മള് മറ്റേ റെയിൻ യൂണിറ്റ് കൊണ്ടത് മഴയത്താക്കി അടി. മഴയില്ല, റെയിൻ യൂണിറ്റ് വന്നപ്പോ മഴയില്ല. അപ്പൊ ഒരാവശ്യമില്ലാതെ വെയിലത്ത് രാവിലെ തന്നെ ഇത് നനഞ്ഞിട്ട് ഈ നനവുമായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ പ്രകൃതി ഇട്ട് വട്ടം കിടക്കായിരുന്നു മനുഷ്യന്. ഈ ആൾക്കാർ നിങ്ങൾ 100-150 പേര് ട്യൂൺഡ് ആർട്ടിസ്റ്റുകള് പഴയ കാലഘട്ടത്തിലെ ഡ്രസ്സൊക്കെ ഇട്ട് മഴ കാണുമ്പോൾ ഒരു ദിവസത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് ലിറ്ററലി അതിന് 5-6 ദിവസം നമ്മൾ. പക്ഷെ ഈ വിഷ്വൽസിലൊക്കെ കളർ പാലറ്റിലൊക്കെ അത് എനിക്ക് യൂസ് ആയിട്ടുണ്ട്. നമ്മള് പക്ഷെ അതൊക്കെ അനുഗ്രഹമായി എന്നുള്ളതാണ്. ബേസിക്കലി ഒരു ആ പടം കാണുമ്പോൾ അതിന്റെ ഒരു ഒത്തന്റിക് കളേഴ്സിന് വേണ്ടിട്ട് ടിജോയും കളറിസ്റ്റ് എഡിറ്റർ തന്നെ ശ്രീനി, ഇവർ രണ്ടുപേരും കൂടെ അതൊരു ഭയങ്കര രസകരമായിട്ട് ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്തൊരു കളേഴ്സ് ലുക്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടില്ല സിനിമ. അത് ഇങ്ങനെയൊക്കെ ചെയ്തോണ്ട് നിനക്കും ഇല്ലേ ഇത്രയും പോയിന്റ് പറഞ്ഞിട്ട് ഏതൊക്കെ ബാക്കി വെക്കാം. ഞാൻ എന്തോ പറയാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്, ഉള്ള പോയിന്റ് മൊത്തം പറഞ്ഞു. അതെ, ടോവിയുടെ കൂടെയാണ് ട്രെയിലറിൽ ഫുള്ള് ടോവിയുടെ കൂടെ. ടോവിയുടെ ശിങ്കിടി സിനിമയുണ്ടോ? അതെ 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 അതെ, അത് കാണുമ്പോ മനസ്സിലാവും. ഇല്ല, പറഞ്ഞ പോലെ ഇത്രയും വലിയ ക്രൂവിന്റെ കൂടെയും അല്ലെങ്കിൽ ഇത്രയും വലിയ ആക്ടറിന്റെ കൂടെ ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. വേറെ പടമൊന്നുമില്ല, അത് ഞാൻ പറയണം. ഈ പറഞ്ഞ പോലെ നമ്മളെങ്ങനെ ഈ തുടക്കക്കാരനായിട്ട് ഞാൻ വരുന്ന എന്നെ അല്ലെങ്കിൽ എന്താ പറയാ നല്ല കംഫർട്ടബിൾ ആക്കും. ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഞാൻ പേടിച്ചിട്ടാണ്. അപ്പൊ ഡിജോ ചേട്ടൻ പറഞ്ഞത് നീ ഇടയ്ക്ക് ചില്ലാക്കണം, വീട് ഇവിടെ സെറ്റ് ആവണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ അത്യാവശ്യമുണ്ട്. അപ്പൊ അതെല്ലാം അടിപൊളി ആക്കണമെങ്കിൽ നീ ചില്ലാവണം എന്ന് പറഞ്ഞു. പക്ഷെ അത് എന്നാ കാരണമല്ല, പക്ഷെ പുള്ളി അങ്ങനെയാണ്. പക്ഷെ അതിന് ഞാൻ അങ്ങോട്ട് ചില്ലാവാൻ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ പുള്ളി ബാക്കിയുള്ള എല്ലാരെയും നമ്മളെ എല്ലാ ക്രൂവിനെ എല്ലാരെയും കംഫർട്ടബിൾ ആക്കി പുള്ളി നിൽക്കും. ഈ പറഞ്ഞ പുറത്ത് നോക്കുമ്പോഴത്തേക്കും ടോവി ഭയങ്കര ചാടാന്നല്ല, പക്കാണ് പുള്ളി. ഈ പറഞ്ഞ കംഫർട്ടബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ അത് പുള്ളി ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല. നാച്ചുറലി അങ്ങനെയാണ്. നമ്മളിപ്പം പുറത്ത് വെച്ചാൽ ആ ഒരു കംഫർട്ടബിൾ ആക്കുക, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇപ്പൊ അതിനകത്ത് ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നവരെ പൊട്ട മെയിൻ ആയിട്ട് നിൽക്കുന്നവരെ അതേ ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പുള്ളിക്ക് പറ്റും. എല്ലാവരും കംഫർട്ടബിൾ ആക്കി ആക്ട് ചെയ്യാനായാൽ പോലും ചില്ലായിട്ട് ഫുൾ ഓൺ ആയിരുന്നു. അത് കാരണം ഈ പറഞ്ഞ കണക്ക് ആ സെറ്റ് ഫുൾ ഓൺ ആയിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞ ഇപ്പം ടോയ് ചേട്ടൻ വരാത്തൊരു ദിവസം നമ്മളെല്ലാവരും നോക്കിയാൽ മതി, ഭയങ്കര ഡെസ്പ് അടിച്ച് ഒരു ശോകം മൂഡിലായിരിക്കും ഇരിക്കുന്നത്. അതേസമയം ടോയ് ചേട്ടൻ ഉള്ള ദിവസമാണെങ്കിൽ ഫുൾ എല്ലാവരും ഭയങ്കര ഓൺ ആയിട്ട് ചില്ലായിട്ട് അടുത്ത ദിവസം ഷോട്ട് വിളി ഓക്കെ റെഡി, ആ ഒരു മൂഡിലായിരുന്നു നിൽക്കുന്നത്. അപ്പം അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. അല്ല തീർച്ചയായിട്ടും ഇത് ടോവിക്കായ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ജോസൂട്ടി ഉള്ളപ്പോ കംഫർട്ടബിൾ ആക്കിയപ്പോ ടോവി ഓക്കെ സ്ക്രീൻ സ്പേസ് അല്ല സീരിയസ്ലി അത് ഇത് തന്നെ, ഇതൊക്കെ എല്ലാവർക്കും ഓരോരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ടോവിച്ചേട്ടനെ എങ്ങനെയായിരുന്നു അല്ലേ, ടോവിച്ചേട്ടനെ കംഫർട്ട് ആക്കാൻ എല്ലാവർക്കും ടെൻഷനാ. കാരണം ജോസൂട്ടി പെർഫോം ചെയ്തേ സ്ക്രീനിൽ നമ്മളിരുന്ന സാധനം തന്നെയാണോ വിജയരാജ് ചേട്ടൻ ഡബ് ചെയ്യുമ്പോ പുള്ളി വിജയരാജ് ചേട്ടൻ തൊട്ട് നെല്ലായിട്ട് പുള്ളിയുണ്ട്. ഒരു സീൻ വന്ന് വിജയരാജ് ചേട്ടന്റെ റിയാക്ഷൻ
അതേ സാധനം ഇപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോ അങ്ങോട്ട് നോക്കുന്നു, പുള്ളിയുടെ അതേ സാധനം പുള്ളി ഇത് കാണാൻ പറ്റില്ല അന്നേരം, അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല ഇവിടെ. ഇത് ഞാൻ അപ്പുറം മാറുന്നത് വിജയരാജൻ എന്നെ ചെയ്യുന്നെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇട്ടതാണ്. അല്ല ആക്ച്വലി ഒന്നാമത് ഫസ്റ്റ് വളരെ സന്തോഷമുണ്ട്, ഇത്രയും വലിയൊരു ടീമിന്റെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളതാണ് വലിയ കാര്യം. അതിൻ്റെ അകത്ത് റോള് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ആരും അതിങ്ങനെ നോക്കിയിട്ടില്ല. നമ്മൾ ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പം ടോച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഇപ്പൊ ഈ വളർന്നു വരുന്ന ഈ ഒരു ജനറേഷനിലെ എല്ലാവർക്കും ഒരു ഹീറോയുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് കുറച്ച് സീക്വൻസ് പുള്ളിയുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പൊ അതുപോലെ തന്നെ ഇതിപ്പോ ഇതിന്റെ ഒരു അത് വേണ്ട ഈ കുട്ടേട്ടനൊക്കെ ഉണ്ട്, വിജയരാഘവൻ എന്ന് പറയുന്നത് ഭയങ്കര പെർഫോമൻസ് ബേസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ബേസ് ഒക്കെ ആണെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ടൈം പോലും നമുക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സ് അതിലൂടെ നടക്കാൻ കിട്ടുന്ന ഒരാളാണ്. അപ്പം അതെങ്ങനെയായിരുന്നു ബേസിക്കലി നിങ്ങൾ എൻജോയ് ചെയ്തത്? എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രശാന്തും ഈ ഗ്യാങ് ഉണ്ടല്ലോ അവിടെ ആണെങ്കിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കണെങ്കിൽ ഇവരാണ്. കാരണം ഇവരെ സൈഡിൽ പക്ഷെ ഓഫ് ദ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന മൊമെന്റ് എനിക്ക് തോന്നുന്നു കൂട്ടേട്ടൻ്റെ നമ്മളെല്ലാവരും കൂടെ ഡിസ്കഷനും പരിപാടിയും അതിൽ കുറെ കഥകൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു 100 ഇരട്ടി കഥ ടോബി കേട്ടിട്ടുണ്ടാവും സെറ്റില്, ഇവര് കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ സത്യം പറഞ്ഞ കുറെ മിസ്സായി. അത് ഇവര് ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എന്റെ അടുത്ത് കുട്ടിയുടെ പേഴ്സണലി ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരിക്കുന്ന സമയത്ത് കുട്ടിയുടെ വന്നിട്ട് ഞാൻ ഇന്ന പടം ചെയ്തപ്പോ അവിടെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നേരെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതായത് ഒരു ദിവസം, അതായത് എനിക്കൊന്നു ഡയറക്ടർ നിസാർക്കിനെ പറ്റിയാണെന്ന് തോന്നുന്നു. അതായത് ഒരു ദിവസം വന്നു ഏതോ എന്നിട്ട് വന്നിട്ട് പടനായകൻ ഏതോന്നും എനിക്കറിയില്ല, ഏതോ ഒരു ഷോട്ട് വന്ന് എടുത്തിട്ട് പോയിക്കോണം പറഞ്ഞു. പിന്നെ പുള്ളി സിനിമ വന്ന് കാണുമ്പോഴാണ് ഈ ഷോട്ടിൽ പുള്ളി കൊടുത്ത ലുക്കിനനുസരിച്ചാണ് അപ്പുറത്ത് വേറെ സീൻ നടക്കുന്നത്. പുള്ളി കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ സിനിമയിൽ മെയിൻ ആവുന്ന പോലെയാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ ഒന്നുമില്ല, ഒരു ദിവസം വന്ന് ഒരു ഷോട്ടോ 2 ഷോട്ടോ എടുത്തു. അപ്പൊ അങ്ങനത്തെ ഒരു കാലം. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഫോർസ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ പറയും. കാര്യം ഇപ്പൊ അപ്പൊ ഞാൻ പറയും കൂട്ടേട്ടാ ഇപ്പോഴത്തെ ഇപ്പൊ ഓരോന്നും മികച്ചു വരല്ലേ, ചെറിയ ക്യാമറ തൊട്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മളെല്ലാരും ക്രിട്ടിക്കല്ലേ ഈ പടത്തിന് അതേ അവിടെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഇവിടെ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടമല്ലേ നമുക്ക്. അതെ, പക്ഷെ ഞാൻ ആലോചിക്കുക അന്നിപ്പോ ഇവര് ഫൈറ്റ് ചെയ്യുമ്പോ ഒക്കെ തോർത്തും ഇപ്പൊ നമുക്ക് ഇതുണ്ട്, സീജ് വെച്ച് മായ്ക്കാൻ പറ്റും, ഹാർനസ് ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് തോർത്ത് കെട്ടിയിട്ട് ചാടുക പല പരിപാടി. ഇതൊക്കെ ഇവര് അന്നാണ് കുട്ടേട്ടൻ കുറെ ഹീറോസ് സെൻട്രിക് റോൾസും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കഥകള് സിനിമകള് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുന്നു. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പൊ കുട്ടേട്ടൻ ഈ പടത്തിന്റെ ഒരു ഭയങ്കരമായിട്ട് സോളാണ്. അപ്പൊ ബേസിക്കലി ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ, ബേസിക്കലി നമ്മളിപ്പോ കണ്ട ട്രെയിലറിലൊക്കെ കണ്ട ഒരു സംഗതിയാണ്, തിയേറ്ററിൽ കണ്ട സംഗതി, അതിനോടുള്ള ഒരു ഇതുകൊണ്ടാണോ പൃഥ്വി എന്ന് പറഞ്ഞാൽ? ബേസിക്കലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൃഥ്വി എന്ന് മാത്രല്ല, നിതിൻ എന്ന് പറഞ്ഞാലും സുരാജ് എന്ന് പറഞ്ഞാലും ആരെന്ന് പറഞ്ഞാലും ഈ സിനിമ ബേസിക്കലി ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പള്ളിച്ചട്ടമ്പി. ഇപ്പൊ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകര് ഒബ്വിയസ്ലി പള്ളിച്ചട്ടമ്പിയുടെ സിനിമയാണ് ആഗ്രഹിച്ചു വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ സിനിമയിലാണ് അത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് സിനിമയിൽ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. കാര്യം അതല്ല സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്. സിനിമ ലിറ്ററലി പള്ളിച്ചട്ടമ്പിയാണ്, ഒരു കാലഘട്ടത്തിന്റെ സിനിമയാണ്, നാടിന്റെ കഥയാണ്, ആ നാട്ടിലെ നായകന്റെ കഥയാണ്. അപ്പൊ ഇതിൽ റിവോൾവ് ചെയ്ത് നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പ്രശ്നമുണ്ട്. തീർച്ചയായും. അതുകൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നാളെ എനിക്ക് അധികം സമയമൊന്നുമില്ല, നാളെ വന്ന് കണ്ടു കഴിയുമ്പോ എന്ന് അപ്പൊ നീ എന്നെ വിളിക്കും. അതിനുശേഷം